ഏവർക്കും നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ H2H സർവേയുടെ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ 2025 സ്പെഷ്യൽ സമ്മറി റിവിഷന്റെ ഭാഗമായിട്ട് H2H സർവേ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ H2H സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ സമ്മറി റിവിഷനും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇലക്ടറൽ റോള് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കുകൾ ഒഴിവാക്കുക, ഷിഫ്റ്റായി പോയിട്ടുള്ള കേസുകൾ ഒഴിവാക്കുക, ഡെത്ത് കേസുകൾ ഒഴിവാക്കുക. H2Hനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ എത്ര പേര് H2H ചെയ്യുന്നതെന്ന് അറിയാം, എത്ര സ്പീഡിൽ ചെയ്യുന്നതെന്നറിയാം. ഇപ്പം ഈ ക്ലാസ്സിലുള്ള പ്രസക്തിയില്ല. കാരണം പുറകിൽ ഇരിക്കുന്ന മെഡിക്കൽമാരായിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ ഒരു 2 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ടക്ക് 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 എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ചില പുതിയ ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആപ്പ് ഉപയോഗിച്ച് വലുതായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പറയാം. അപ്പം നേരത്തെ 100-200 ഒക്കെ ചെയ്തവരുണ്ടാവും, അവർക്ക് ബോറടി തോന്നരുത്. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ആപ്പുണ്ടല്ലോ, ഏതാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്? BLO ആപ്പ്. BLO ആപ്പിൻ്റെ 7.9 എന്ന വെർഷൻ ആയിരിക്കണം. 7.9 എന്ന വെർഷൻ ആയിരിക്കണം നമ്മൾ ഈ H2H സർവേ ചെയ്യാൻ പോകുമ്പോൾ വേണ്ടത്. ചിലപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് വേറെ വെർഷൻ, പഴയ വെർഷൻ ആയിരിക്കാം. ആ പഴയ വെർഷനും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ആപ്പിൽ പറ്റില്ല. അപ്പോൾ ഈ ഒന്നുകിൽ പുതിയ 7.9 BLO ആപ്പ് നമ്മുടെ പലരും ചെയ്തിട്ടുള്ളത് തന്നെ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ഈ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേഷൻ കൊടുത്തു കഴിയുമ്പോഴും അത് 7.9 മാറിക്കൊള്ളും. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത BLO ആപ്പ്, ഈ ആപ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ക്രീനല്ല നമുക്ക് കിട്ടുന്നത്. ആ ഹോം പേജിൽ ഡാഷ്ബോർഡ്, ജെൻഡർ സ്റ്റാറ്റിക്സ്, ഫോം സ്റ്റാറ്റിക്സ് നോക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ, ഫെസിലിറ്റീസ്, ചെക്ക് ലിസ്റ്റ്, ഫോംസ്, H2H സർവേ എന്നൊക്കെയുള്ള മെനൂസ് ഇവിടെ കാണാം. മുകളിൽ 4, താഴെ 4 ഈ H2H സർവേയുടെ 4ാമത്തെ മെനു. ആ മെനു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഹൗസ് ടു ഹൗസ് സർവേക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ ആപ്പ് എടുത്തിട്ട് H2H സർവേയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല, പിടിക്കുക. അതിന് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഒരുക്കുന്നതിന് വേണ്ടി ഈ ആപ്പ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് മുകൾ ഭാഗത്തായിട്ട് 3 വരകൾ കാണാം. മുകളിലായിട്ട് 3 വരകൾ, അത് നമ്മൾ മെനൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബട്ടണാണ്. അവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടല്ലോ കുറച്ച് മെനൂസ് നമുക്ക് കാണാം. എന്തൊക്കെയാണ്? ഹോം ഉണ്ട്, മൈ പ്രൊഫൈൽ ഉണ്ട്, BLO പത്രിക ഉണ്ട്, FAQ, ഇലക്ടർ ഡേറ്റ സിങ്ക് എന്നുണ്ട്. എന്താ ഇപ്പം പറഞ്ഞ ഇലക്ടർ ഡേറ്റ സിങ്ക്, അത് നമുക്ക് വേണം. ഏതാ ഈ H2H സർവേ ചെയ്യണമെങ്കിൽ ഇലക്ടർ ഡേറ്റ സിങ്ക് എന്നുള്ള അത് നമ്മുടെ മൊബൈൽ ഫോണിൽ അതൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ ഒന്ന് ടച്ച് ചെയ്താൽ മതിയല്ലോ, ക്ലിക്ക് ചെയ്യാൻ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഒരു മഞ്ഞോട് ചേർന്നുള്ള കളറിലൊരു സ്ക്രീൻ കിട്ടും. അതിന്റെ ഏറ്റവും മുകളിൽ
ലെറ്റർ ഡേറ്റ സിങ്ക് എന്നുണ്ടാകും. പിന്നെ ഓൺലൈൻ എന്നും ഓഫ്ലൈൻ എന്നും രണ്ട് ക്യാപ്ഷനുകൾ അപ്പുറവും ഇപ്പുറവും കാണും. കാണാൻ പറ്റും. എന്താണ് ഓൺലൈനും ഓഫ്ലൈനും. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു പെട്ടിക്കോളത്തിൽ ടോട്ടൽ ലെറ്റർ ഡേറ്റ ആദ്യത്തെ ആ ഒരു ബോക്സ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് സിങ്ക് നൗ എന്ന് കാണും. കണ്ടല്ലോ. അപ്പൊ ആ സിങ്ക് നൗ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനു മുൻപ് ഏറ്റവും മുകളിൽ കാണുന്ന ഓൺലൈൻ എന്നും ഓഫ്ലൈൻ എന്നും ഉണ്ടാകും. അതിൽ ഓഫ്ലൈൻ സെലക്ട് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ആദ്യം കാണുന്ന പെട്ടിയിലെ സിങ്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന്റെ തൊട്ട് താഴെ ടോട്ടൽ വെരിഫൈഡ് ലെറ്റർ ഡേറ്റ എന്നൊക്കെ പറയും. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? സിങ്ക് നൗ കൊടുക്കണം. അതിന്റെ താഴെയും ഒന്നുണ്ട്. അപ്പൊ 3 ബോക്സ് ഉണ്ട്. അപ്പൊ ഈ സിങ്ക് നൗ കൊടുക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ സിങ്ക് നൗ ഓക്കെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് താഴെയുള്ള സിങ്ക് നൗ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒന്ന് കറങ്ങി അറിയും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ഡേറ്റാസ് ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ വരും. അതിനുവേണ്ടിയാണ് ഈ സിങ്ക് നൗ. നമ്മുടെ മൊബൈൽ നമ്പറുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അത് നമ്മുടെ മെയിലൊക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് വാട്സപ്പൊക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടുന്നത്. സാധാരണ മൊബൈൽ ഫോണിൽ അങ്ങനെ പ്രക്രിയയുണ്ട്, സിങ്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതേപോലെ ഇവിടെ നമ്മളത് സിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അങ്ങനെ ഈ സിങ്ക് ചെയ്തതിന് ശേഷമായിരിക്കണം വീണ്ടും നമ്മൾ മുകളിൽ കാണുന്ന 3 വര ഉണ്ടല്ലോ അവിടെ പോയാൽ മെനു ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നേരത്തെ ക്ലിക്ക് കണക്ക് ഹോം, മൈ പ്രൊഫൈൽ, BLO പത്രിക, FAQ എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണും. ഹോം പേജ് നമ്മൾ എടുക്കണം. ഹോം പേജ് എടുക്കുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ. സാധാരണ നമ്മൾ ഈ ആപ്പിലോട്ട് കയറുമ്പോൾ കാണുന്ന ആ ഹോം പേജിലേക്ക് നമ്മൾ കയറണം. എന്ത് ചെയ്തിട്ടായിരിക്കണം? സിങ്ക് ചെയ്തിട്ടായിരിക്കണം ഈ ഹോം പേജ് വന്നിട്ട് ഈ 4ാമത്തെ റൗണ്ടിലെ ഓപ്ഷൻ ഏതാ? H2H. ആ H2H സർവേ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നോട്ട് വെരിഫൈഡ് എന്നും വെരിഫൈഡ് എന്നും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോട്ട് വെരിഫൈഡ്, അതായത് നമ്മൾ H2H സർവേ നടത്തിയിട്ടില്ല. നടത്തി കഴിയുമ്പോൾ വെരിഫൈഡിന്റെ ഭാഗത്തോട്ട് മാറും. എത്ര എണ്ണം നടത്തുന്നോ അതെല്ലാം ഇങ്ങോട്ട് പോകും, വെരിഫൈഡിലോട്ട് പോകും. അപ്പൊ ഇവ ചെയ്തവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, കാരണം വെരിഫൈ ചെയ്തേക്ക് അങ്ങ് മാറിപ്പോകും. നോട്ട് വെരിഫൈഡ് എന്നുള്ള എടുത്തിട്ട് ചെയ്യണം. ആദ്യം ചെയ്യുന്നവരും നോട്ട് വെരിഫൈഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ വീട്ട് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വീട്ടു പേരും അത്യാവശ്യ വിവരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു പേജ്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി ആ വീട്ടിലെ ആളുടെ വിവരങ്ങളല്ലായിരിക്കും ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് വീട്ടിലാണ് ചെന്നത് അവിടുത്തെ ഗ്രഹനാഥനായ വോട്ടറുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ ഒരു ലെൻസ് കാണും. കണ്ടോ? ലെൻസ് പോലെ സെർച്ച് ചെയ്യാൻ അതിലടിക്കുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന വീട്ടിലെ ആളുടെ ഡീറ്റെയിൽസ് അവിടെ വരും. എന്താ നമുക്ക് അറിയാമല്ലോ, വിടുന്നുണ്ടല്ലോ, ആണെന്നൊന്ന് ഉഷാറായിട്ടിരിക്കും. അങ്ങനെ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ഷൻ ഫോട്ടോ ID കാർഡ് എപ്പിക്, ആ എപ്പിക് നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ എന്താണ് ലെൻസ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നെയിം അല്ലെങ്കിൽ എപ്പിക് നമ്പർ എന്നാണ് വരും. അപ്പോൾ നമ്മൾ ആ വീട്ടിലെ ഒരു വോട്ടറുടെ
ആ എപ്പിക് കാർഡിലെ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് അവിടെ വരും. വന്നു കഴിയുമ്പോൾ വ്യൂ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ട് കാണും. കയ്യിലുള്ള കിട്ടുന്നുണ്ടോ? വ്യൂ ഫാമിലി മെമ്പേഴ്സ്. അങ്ങനെ ആ വ്യൂ ഫാമിലി മെമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ വീട്ടിലെ ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് അവിടെ വന്നു. കണ്ടോ? ഇപ്പൊ ഇവിടെ സിജു എന്ന് പറഞ്ഞൊരു റിലേറ്റീവ് നെയിം, അതിന് മുൻപ് ആപ്ലിക്കന്റിന്റെ നെയിം പ്രിൻസി, പൂച്ചാക്കൽ സെക്ഷൻ 1 33 വയസ്സെന്നൊക്കെ പറഞ്ഞ് അവിടെ കാണും. കണ്ടോ? എന്നിട്ട് ആ പേര് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴേക്ക് വരും. കണ്ടോ? അരൂർ, ആലപ്പുഴ, പാർട്ടി നമ്പർ, പൂച്ചാക്കൽ സെക്ഷൻ, പ്രിൻസി, എപിക് നമ്പർ, ഫീമെയിൽ എന്നൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ എപിക് നമ്പറിന്റെ നേരെ വ്യൂ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എപിക് നമ്പറിന് നേരെ വ്യൂ ഫോട്ടോ. ആ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ വന്നു. അപ്പൊ നമ്മൾ ചെന്ന വീട്ടിലെ ആളും ഈ ഫോട്ടോയിൽ തമ്മിൽ സാമ്യമുണ്ടോ എന്നൊക്കെ ഒരു പരിശോധനയാണ് ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലുണ്ടല്ലോ ഇന്ന വീട്ടിൽ ഇന്ന ആൾ കൊണ്ട് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ ചിലർ ചെയ്യുന്നത്. അങ്ങനെ ആ പ്രിൻസിയുടെ ഫോട്ടോ എടുത്ത് നോക്കി താഴെ ഫീമെയിൽ റിലേറ്റീവ് നെയിം ഹസ്ബൻഡാണ്, ഫോൺ നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഈ വീട്ടിലെ ഈ വോട്ടർ ഈ വീട്ടിൽ ഉള്ള ആളാണോ, ഈ വീട്ടിൽ ഉള്ള ആളാണോ, അതിനുള്ള ചോദ്യം പ്രസന്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴെ കാണും. ഈ വീട്ടിൽ പ്രസന്റ് ഉള്ള ആളാണ് എങ്കിൽ നമ്മൾ ആ പ്രസന്റിന്റെ ഇപ്പുറത്ത് കാണുന്ന ചെറിയ വട്ടം സെലക്ട് ചെയ്യണം. പിന്നെ തൊട്ടതാഴെ ഫോട്ടോഗ്രാഫർ നോക്കിയിട്ട് കറക്റ്റ് ആണ് അല്ലേ, ഫോട്ടോഗ്രാഫർ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റിന്റെ അവിടെ ഒരു റൗണ്ട് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഇലക്ടർ ഓൺ ഹൗസ് വിസിറ്റ്, നമ്മൾ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം ശരിയാണ് എങ്കിൽ സെയിം എന്നുണ്ട്. സെയിം തൊട്ട് താഴെ നോട്ട് സെയിം എന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാണ് എങ്കിൽ അവിടെ സെയിം നമ്മൾ സെലക്ട് ചെയ്യണം. നോട്ട് സെയിം ആണ് ഇത് ശരിയല്ലെങ്കിൽ നോട്ട് സെയിം എന്ന് കൊടുക്കണം. ഫോട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയണം. അപ്പൊ ഈ ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണ് എങ്കിൽ നമുക്ക് നേരെ താഴ്ന്നു പോകും. ശരിയല്ല എന്നുള്ള ഏതെങ്കിലും നമ്മൾ നോട്ട് സെയിം എന്ന ഇൻകറക്റ്റ് ഫോട്ടോ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഫോട്ടോ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫോംസ് വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫോട്ടോ പറഞ്ഞു, ഡീറ്റെയിൽസ് വീടിനെ സംബന്ധിച്ച് ശരിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യണം. അടുത്തിരിക്കുന്നത് ഞാൻ കണ്ടതായിട്ട് പറയാതെ കറക്റ്റ് നിർത്തിയാൽ കുഴപ്പമില്ല. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണെങ്കിൽ ഓക്കെ, അത് നോട്ട് സെയിം ആണെങ്കിൽ ഓക്കെ, അഡ്രസ് സെയിം ആണെങ്കിൽ ഓക്കെ, നോട്ട് സെയിം ആണെങ്കിൽ അത് ചെയ്യാം. ഏറ്റവും അവസാനം എന്ത് പറയുക, PWD അവിടെ എസ് ഓർഡർ ചോദിക്കുന്നുണ്ട്. ആ വീട്ടിലെ ആ ഓർഡർ ഭിന്നശേഷിക്കാരനാണ് എങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊടുക്കണം, യെസ് കൊടുക്കണം. നോർമലി അവിടെ നോ എന്നായിരിക്കും. നമ്മളൊന്നും ചെയ്തില്ല എങ്കിൽ സെലക്ട് ആകുന്നത്. ആണെങ്കിൽ മാത്രം യെസ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ യെസ് ആയി കിടക്കുവാണെന്ന് വെച്ചോ, ആ വോട്ടർ പട്ടികയിൽ ഒരുപക്ഷെ ഹാൻഡിക്യാപ്ഡ് അല്ലെ PWD മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അതല്ല എങ്കിൽ എന്ത് ചെയ്യണം, നോ എന്ന് ആക്കണം. അപ്പം PWD യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെർസെൻറ്റേജ് എത്ര, എങ്ങനെയുള്ള ടൈപ്പാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ ഉത്തരം കൊടുത്തതിന് ശേഷം
ആവശ്യമുള്ള റിമാർക്സ് ഓക്കെ കൊടുക്കാം. എന്തെങ്കിലും റിമാർക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്ത് എന്തെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ മിസ്സലേനിയസ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണെന്ന് നോക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാം പ്രത്യേകതയാണ്. നമ്മളെല്ലാ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് അറിയുന്നതിന് നമുക്ക് വായിച്ച് നോക്കാൻ വേണ്ടി ഒരു പ്രിവ്യൂ, അതിൽ ഏറ്റവും താഴെ ഇവിടെ പ്രിവ്യൂ ഉണ്ട്. ആ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ താഴെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മളതെല്ലാം വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും അവസാനം അത് ശരിയാണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ചെയ്യണം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വെരിഫൈഡ് എന്ന് പറയുന്ന മെസ്സേജ് നമുക്കവിടെ കാണാൻ കഴിയും. അതോടുകൂടി ഒരു ഓർഡറുടെ എന്ത് ചെയ്തു വെരിഫിക്കേഷൻ വീട്ടിൽ പോയി നമ്മൾ നടത്തും. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നോട്ട്സയും ഇൻകറക്റ്റ് എന്നൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യണം, സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. നമ്മുടെ വോട്ടർ പട്ടിക ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ടു പോയവർ വോട്ടർ പട്ടികയിലുണ്ട്. അപ്പോൾ അവരെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് കൊടുക്കുമ്പോൾ പരമാവധി ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതില്ലാത്ത കേസിലാണ് നമുക്കിപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, ഒരു അഫിഡവിറ്റ് തന്നില്ലേ, DLOമാർ കൊടുക്കുന്ന അഫിഡവിറ്റിലൂടെയും എന്ത് ചെയ്യാം, ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ HTH എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നമുക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഇവിടെ 100% പൂർത്തിയാക്കിയവർ ആരെങ്കിലും ഉണ്ടോ? വേണ്ട, കൈവയ്ക്കേണ്ട. ഇനി ആരാ 100% പൂർത്തിയാക്കി 50% ചെയ്തവരിലെ കൈ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഹൗസ് ടു ഹൗസ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആപ്പ് ഉപയോഗിക്കാൻ നേരത്തെ പറഞ്ഞ 7.9 വെർഷൻ ചെയ്തെങ്കിലേ ഇതെല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ ഇലക്ട്രോൺ ഡാറ്റ സിങ്ക് ചെയ്യണം, സിങ്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ അല്ലേ. ഈ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ പൂർത്തിയാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഓക്കെ.